ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോഴും അത്തരമൊരു ആശങ്ക ഉയരുകയാണല്ലോ. അപ്പോൾ ഈ എംപോക്സ് നേരത്തെ സ്ഥിരീകരിച്ച രാജ്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശത്തിലേക്ക് കടക്കുന്നുണ്ടോ ബൽറാം? ഉന്മേഷ്, നിലവിൽ ഇതുവരെയും ഇന്ത്യ പ്രത്യേക യാത്രാ മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെ ഈ എംപോക്സ് ബാധയുള്ള രാജ്യങ്ങളിലേക്കായി നൽകിയിട്ടില്ല. അതേസമയം ലോക ആരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി യുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്ത്യയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. എംപോക്സ് ബാധയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം ഉൾപ്പെടെ വിശദമാക്കിക്കൊണ്ടുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് വിവിധ സംസ്ഥാനങ്ങൾക്ക് അയച്ച ഈ ജാഗ്രതാ നിർദ്ദേശം എന്നുള്ളത്. ഈ രോഗലക്ഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇതുവരെയും അത്തരത്തിലുള്ള യാത്രാ വിലക്കുകളോ അല്ലെങ്കിൽ യാത്രാ മാർഗനിർദ്ദേശങ്ങളോ ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിലുള്ളത് ഇപ്പോൾ ഉള്ളത് ഒരു ഒറ്റപ്പെട്ട കേസ് മാത്രമാണ് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഇന്ത്യയിൽ ആദ്യമായി ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പ്രത്യേക നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ചില സംശയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ബൽറാം, മറ്റെന്തെങ്കിലും നിർദ്ദേശമുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസ് സ്ഥിരീകരിക്കുന്നതോടെ ബൽറാം? ഉന്മേഷ്, നിലവിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏറ്റവും പുതിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രോഗം സംശയിച്ച് ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ച രോഗിക്ക് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല എന്നും ഒരു ഒറ്റപ്പെട്ട കേസ് മാത്രമാണ്, ഇയാൾക്ക് ആഫ്രിക്കൻ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ആഫ്രിക്കൻ രാജ്യത്ത് സഞ്ചരിച്ചതിലൂടെ പകർന്ന രോഗബാധയാണ് എന്നും ഇയാളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുമാണ് ഇയാളെ ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കയ്ക്ക് നിലവിൽ വകയില്ല. എന്നാൽ ഇയാളുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് തയ്യാറാക്കി വരികയാണ്. കൂടുതൽ പേരെ പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യം സംബന്ധിച്ച് കൂടുതൽ ആവശ്യമെങ്കിൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുക. നിലവിലിപ്പോൾ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും മതിയായ ക്രമീകരണങ്ങൾ ഈ യാത്രാമാർഗം ഉണ്ടാകുന്ന രോഗബാധ അതിനെ പ്രതിരോധിക്കാൻ അവയ്ക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ രാജ്യത്തുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. കൂടാതെ മറ്റ് 2022 ജൂലൈ മുതൽ രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ച 30 കേസുകൾക്ക് സമാനമായ തരത്തിലുള്ള ഒരു രോഗബാധ തന്നെയാണ് ഈ രോഗിയിൽ നിലവിൽ ചികിത്സയിലുള്ള നിലവിൽ ഐസൊലേഷനിൽ കഴിയുന്ന യുവാവിനും സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. മറ്റ് മാർഗനിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഈ രോഗിയുടെ സമ്പർക്ക പട്ടിക പരിശോധിച്ച് രോഗബാധ കൂടുതൽ പേർക്ക് ഉണ്ടാവുകയാണെന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിലായിരിക്കും മറ്റ് നടപടികളിലേക്ക് ആരോഗ്യ മന്ത്രാലയം കടക്കുക. എന്തായാലും ഇതിനാവശ്യമായ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. പരിശോധന, ഐസൊലേഷൻ, കൂടാതെ കോണ്ടാക്ട് ട്രേസിംഗ്, സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ലോകാരോഗ്യ സംഘടന പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുവരെയും സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ബൽറാം, ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്? കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തെ മാറ്റിയിരുന്നു, അങ്ങനെയാണോ? അതുകൊണ്ടാണോ അത്തരമൊരു വിശദീകരണം? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ഈ ഒരു ആൾക്ക് മാത്രമാണ് രാജ്യത്ത് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾക്ക് രോഗലക്ഷണം, അതായത് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ രോഗലക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള പട്ടികയിൽ അതിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംശയാസ്പദമായി ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇതിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത്. ഈ പരിശോധനയിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. തുടർന്ന് ഇയാളുടെ മറ്റ് സമ്പർക്ക പട്ടിക ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഇത്തരത്തിൽ യാത്രാ സംബന്ധമായി പിടിപെടുന്ന ഒറ്റപ്പെട്ട കേസുകൾ അവ കൈകാര്യം ചെയ്യുന്നതിന് നിലവിൽ തന്നെ പൂർണ്ണമായും രാജ്യം സജ്ജമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നതും. കൂടുതൽ പേരിലേക്ക് രാജ്യത്തു നിന്നും ഈ രോഗബാധ ഉണ്ടായി എന്ന് കണ്ടെത്തുന്ന സാഹചര്യം
സാഹചര്യത്തിലായിരിക്കും തുടർ നടപടികളോ അല്ലെങ്കിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കോ കടക്കുക. നിലവിലിപ്പോൾ ഈ രോഗിയുടെ രോഗബാധ സ്ഥിരീകരിച്ച രോഗിയുമായി സമ്പർക്കത്തിലുള്ള ആളുകളെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുക, അവരുടെ സാമ്പിളുകൾ പരിശോധിക്കുക, രോഗം കണ്ടെത്തുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ, ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും കടക്കുക. എന്തായാലും കേന്ദ്രം ഇക്കാര്യം അവലോകനം ചെയ്യും. ഉന്നതതലത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്ത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജ്യത്ത് എംപോക്സ്, മങ്കിപോക്സ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ വിവരം കൈമാറുകയായിരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സീന മുഹമ്മദ് ചോദിക്കുന്നുണ്ട്, ഇതിന് പ്രതിരോധ മരുന്ന് ഉണ്ടോ ഇന്ത്യയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ